നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറ്, അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം ഒക്കെ ഇനി നിങ്ങൾക്ക് ഓൺലൈനിൽ വിറ്റും വരുമാനം നേടാൻ സാധിക്കും. ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഫുഡ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് FSSAI ലൈസൻസ് വേണം. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ആണ് FSSAI ലൈസൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് മാൻഡേറ്ററി ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് GST സർട്ടിഫിക്കറ്റ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഈ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ട്രേഡ് ലൈസൻസ് ആണ്. അത് നമ്മൾ പഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥാപനമെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് വേണം. മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ യൂണിറ്റ് ഉള്ളതെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് വേണം. നാലാമത്തത് മാൻഡേറ്ററി അല്ല, പക്ഷേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോൺ എല്ലാം കിട്ടാൻ എളുപ്പമാണ്. MSME സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഉദ്യം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇതുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ എളുപ്പമാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് സെയിൽസും പഠിക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് നമ്മുടെ ബയോയിലും ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.